പിണറായിക്കെതിരെ സംസാരിക്കാൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും റിപ്പോർട്ടർ ചാനലിലെ സ്മൃതിക്കും ഒരേ സ്വരമാണ്. പലകുറി പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ചിലർക്ക് ഇപ്പോഴും വിശ്വാസം വരുന്നില്ല. രണ്ടും ഒരേ അച്ചിൽ വാർത്തവരാണോ? ഒരാൾക്ക് മീശയുണ്ട്, മറ്റൊരാൾക്ക് മീശയില്ല. ഒരാൾക്ക് തലയിൽ മുടിയുണ്ട്, മറ്റൊരാൾക്ക് തലയിൽ മുടിയില്ല. ഇത് മാത്രമാണ് വ്യത്യാസം. SFIO കുറ്റപത്രം കൊടുത്തതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ക്ഷുഭിതനായിട്ടാണ് പ്രതികരിച്ചത്. അപ്പോൾ അദ്ദേഹം ഇന്ന് വളരെ ക്ഷോഭത്തോടു കൂടി തന്നെയാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിച്ച് എന്നുള്ളതാണ്. കേട്ടല്ലോ, സാരി ഉടുത്ത് പുട്ടിയിട്ട സതീശനാണ് സ്മൃതീശൻ എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലേ? ഇന്നലെ രാത്രി റിപ്പോർട്ടർ ചാനലിലെ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിൽ പിണറായി ക്ഷോഭിച്ചാണ് സംസാരിച്ചതെന്ന് സ്മൃതി പറയുകയും ഇന്ന് രാവിലെ ചാനലുകളുടെ 11 മണി കഥാപാത്രമായിട്ടുള്ള സതീശനും അതേ സെൻറ്റൻസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെന്താണ്? രണ്ടുപേരുടെയും തലച്ചോറ് ഒരുപോലെയാണോ വർക്ക് ചെയ്യുന്നത്? ഇന്നലെ മുഖ്യമന്ത്രി ക്ഷോഭിച്ചു എന്ന് ഒരാൾ രാത്രി പറഞ്ഞാൽ ആ സെൻറ്റൻസിനെ പിന്താങ്ങുന്ന വാചകം പ്രതിപക്ഷ നേതാവിൽ നിന്ന് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആരെയാണ് അദ്ദേഹം സ്ഥിരീകരിക്കാനും സ്ഥാപിക്കാനും ശ്രമിക്കുന്നു എന്ന് ഈ നാട്ടുകാർ ചിന്തിച്ചാൽ കുറ്റം പറയാൻ പറ്റും. എത്രയെത്ര തവണ സതീശൻ്റെ അതേ സ്വരം സ്മൃതീശനിൽ നിന്ന് നമ്മൾ വരുന്നത് കേൾക്കുന്നുണ്ട്. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒന്നുകിൽ രാവിലെ സതീശൻ പറഞ്ഞത് രാത്രി സ്മൃതീശൻ അതേപടി ആവർത്തിക്കുന്നത് കേൾക്കാം, അല്ലെങ്കിൽ രാത്രിയിൽ സ്മൃതീശൻ പറയുന്നത് രാവിലെ സതീശൻ അതേപടി ആവർത്തിക്കുന്നത് കേൾക്കാം. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? കേരളത്തിലെ വേറെ ഒരു രാഷ്ട്രീയ നേതാക്കന്മാരോ അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനത്തിൽ ഇരിക്കുന്നവർക്കോ ഇതേപോലെ ഒരേ സ്വരം വരുന്നില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? വാക്കുകൾ പോലും ഒരുപോലെ തന്നെ വരുന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ സ്മൃതീശൻ അവതരിപ്പിക്കുന്ന പരിപാടിയുടെ സ്ക്രിപ്റ്റ് ആരുടേതാണെന്നും അത് രാവിലെ അതേപടി തന്നെ പുരുഷരൂപം മാധ്യമ കോലുകൾക്ക് മുന്നിൽ പറയുന്നുണ്ട് എന്നതിനപ്പുറം എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസമെന്ന് നാട്ടുകാർ തന്നെ ചിന്തിച്ച് കണ്ടെത്തുന്നതാണ് നല്ലത്. എന്തായാലും മനസ്സിലാക്കുക, ഒരു മാധ്യമ സ്ഥാപനത്തിനകത്തിരുന്നു കൊണ്ട് പിണറായി വിജയൻ പറഞ്ഞ കാര്യത്തിന് ക്ഷുഭിതനാണെന്ന് പറയുകയാണ്. ഇതുവരെയെങ്കിലും സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പേക്കൂത്തുകളെയോ അല്ലെങ്കിൽ ധിക്കാരം, അഹങ്കാരം, ധൂർത്ത് ഇതിനെക്കുറിച്ച് എവിടെയെങ്കിലും സ്മൃതി എന്ന കോട്ടിട്ട ജഡ്ജിയുടെ തിരുവായിൽ നിന്ന് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? പക്ഷേ പിണറായിയുടെ ക്ഷോഭം ഉടനടി അവരുടെ നാവിൻ തുമ്പിൽ വരും. അതേപടി സതീശൻ്റെ നാവിൽ നിന്നും നിങ്ങൾക്കത് കേൾക്കാം. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരേ അച്ചിൽ വാർത്തെടുത്തതാണ്. ഒന്നിന് പുരുഷ രൂപം ഉണ്ടെന്നേ ഉള്ളൂ. ഇരുമെയ്യാണെങ്കിലും ഒരു മനസ്സാണെന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്നില്ലേ? അതിന് തെളിവാണ് നിങ്ങൾ ഈ കേൾക്കുന്നത്. SFIO കുറ്റപത്രം കൊടുത്തതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ക്ഷുഭിതനായിട്ടാണ് പ്രതികരിച്ചത്. അപ്പോൾ അദ്ദേഹം ഇന്ന് വളരെ ക്ഷോഭത്തോടു കൂടി തന്നെയാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിച്ച് എന്നുള്ളതാണ്.